ഇപ്പോൾ പേരാമ്പ്രയിൽ കുറ്റ്യാടി പേരാമ്പ്ര പാതയിൽ സ്വകാര്യ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിന് എതിരെ ഇപ്പോൾ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ SFIയുടെ പ്രതിഷേധമാണ് RTO ഓഫീസിലേക്ക്. ദിൽഷ തിലകൻ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുകയാണ്. ദിൽഷ, ഒരു ജീവൻ എടുത്തിരിക്കുകയാണ് ബസ്സുകളുടെ അമിത വേഗം. കേരളത്തിൽ ആദ്യം സംഭവിക്കുന്നതല്ല, തുടർച്ചയായ അപകട പരമ്പരകൾ ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഒരു വിദ്യാർത്ഥിക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായി. വളരെ ചീറിപ്പാഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ജീവൻ ഒരു വിലയും നൽകാതെയാണ് കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ യാത്ര നടത്തുന്നതെന്ന് വ്യാപകമായ പരാതി ജനങ്ങൾക്കിടയിലുണ്ട്. ആ റൂട്ടിൽ, പ്രത്യേകിച്ച് പേരാമ്പ്ര, കുറ്റ്യാടി, കോഴിക്കോട് റൂട്ടിലെല്ലാം തന്നെ വഴി മോശമായ ഇടത്ത് പോലും സ്വകാര്യ ബസ്സുകൾ ചീറിപ്പായുകയാണ് എന്ന പരാതി നാട്ടുകാർക്ക് നേരത്തെയുണ്ട്. ഇപ്പോൾ ഏത് വിധത്തിലാണ് RTOക്കെതിരായ പ്രതിഷേധം? ഉദ്യോഗസ്ഥർ ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് എല്ലാ സംഘടനകളും ഒരേ വായിൽ പറയുന്നത്. തീർച്ചയായിട്ടും വിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം നമുക്കറിയാം ഈ സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ അമിത വേഗതയും അശ്രദ്ധയും കാരണം നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ കോഴിക്കോട് കുറ്റ്യാടി പാതയിൽ മാത്രം 2 ജീവനുകളാണ് പൊലിഞ്ഞിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ പ്രതിഷേധം വ്യാപകമായിരിക്കുന്നത്. ഇന്നലെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം കോഴിക്കോട് കുറ്റ്യാടി പേരാമ്പ്രയിൽ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ കുറ്റ്യാടി പാതയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനെതിരെ രാവിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ RTO ഓഫീസിലെത്തി വാഴ നട്ട് പ്രതിഷേധിച്ചു. ശേഷം SDPI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഇപ്പോഴിതാ SFI പ്രവർത്തകരാണ് ബാരിക്കേഡുകൾ തള്ളിമറിച്ചതാൻ പ്രവർത്തകർ ശ്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതിന് ശേഷം ഇപ്പോൾ പ്രതിഷേധ വാർത്ത കൂടി ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് കാണുന്നത്. SFI, യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ്, അങ്ങനെ എല്ലാവരും പ്രതിഷേധത്തിലാണ്. വലിയ പ്രതിഷേധമാണ് അവിടെ ജനങ്ങൾ ഒന്നാകെ ഉയർത്തുന്നത്. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും, ഉദ്യോഗസ്ഥർ ഇക്കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് പരാതി. അതേസമയം സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നത് ഈ പെർമിറ്റ് നൽകുന്നതിലെ സമയക്കുറവാണ്, അല്ലെങ്കിൽ ചെറിയ ടൈം ഗ്യാപ്പ് ഇട്ട് മാത്രം പെർമിറ്റ് നൽകുന്നതാണ് പ്രശ്നമെന്ന് പറയപ്പെടുന്നു. പക്ഷേ അതേ സ്വകാര്യ ബസ്സുകൾ തന്നെ പെർമിറ്റുകളുടെ വേഗത, അതേസമയം തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, അതായത് സ്വകാര്യ ബസ്സുകളിലെ ക്രിമിനലുകളെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അതിൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ആളുകൾ സ്വകാര്യ ബസ്സുകളിലെ ജീവനക്കാരായി വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഗതാഗത വകുപ്പ് നിർബന്ധമാക്കിയിട്ടുള്ള പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ്സുകൾ അനിശ്ചിതകാല സമരത്തിലേക്ക് ഉൾപ്പെടെ കടക്കുകയാണ്. അപ്പോൾ ബസ് ഉടമകളുടെ ഭാഗത്തും അങ്ങനെ ഒരു ഇരട്ടത്താപ്പുണ്ട്. എന്തായാലും ജനങ്ങളുടെ ജീവൻ പൊലിയുകയാണ്, സാധാരണക്കാരായ മനുഷ്യരുടെ ജീവൻ പൊലിയുകയാണ്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം, അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണത്. ചെറിയൊരു സംഘർഷത്തിലേക്ക്, മുന്നും തള്ളിലേക്കും ഒക്കെ പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്.
ദിൽഷ തിലകൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിൽഷ, യൂത്ത് ലീഗിന്റെ പ്രതിഷേധവും ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണോ? SFI പ്രവർത്തകരുടെ പ്രതിഷേധം അവസാനിച്ചോ? ബിനിൽ, ഒരേ സമയം തന്നെ SFI പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും RTO ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. SFI പ്രവർത്തകർ സബ് RTO ഓഫീസിന് മുന്നിൽ ബാരിക്കേഡുകൾ തള്ളിമറിച്ചിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ യൂത്ത് ലീഗ് പ്രവർത്തകർ സബ് RTO ഓഫീസിന് മുന്നിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. റോഡിൽ ഇരുന്നു കൊണ്ട് വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. ഈ കുറ്റ്യാടി റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ പൂർണ്ണമായിട്ടും ഒരു ബസ് പോലും സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഉറച്ചു തന്നെയാണ് പ്രതിഷേധവുമായി RTOക്കെതിരെ പ്രതിഷേധവുമായിട്ട് പ്രവർത്തകർ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ ബസ് സ്റ്റാൻഡിൽ, കുറ്റ്യാടി പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുക, അതുപോലെ തന്നെ കുറ്റ്യാടി റൂട്ടിലെ മുഴുവൻ ബസ്സുകളും പരിശോധനയ്ക്ക് വിധേയമാക്കി മാത്രം നിരത്തിലിറങ്ങാൻ അനുവദിക്കുക, അപകടത്തിന് കാരണമായ ബസ്സുകളുടെ പെർമിറ്റുകൾ റദ്ദാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായിട്ട് എത്തിയിരിക്കുന്നത്. രാവിലെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പേരാമ്പ്ര ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്നു. കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഒരു ബസ് പോലും സർവീസ് നടത്താൻ അവർ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇന്നലെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇവിടെ പോലീസ് ജീപ്പിന് മുന്നിൽ റീത്ത് വെച്ചുകൊണ്ടുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത് നേരത്തെ തന്നെ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഒരു ബസ് പോലും ഇന്ന് സർവീസ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ബസ് മാത്രമാണ് രാവിലെ നിറയെ യാത്രക്കാരുമായി എത്തിയത്. ആ യാത്രക്കാരെ മുഴുവൻ ഇറക്കി വിട്ടുകൊണ്ട് ബസ് ജീവനക്കാരുമായി വലിയ രീതിയിലുള്ള സംഘർഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ടായി. ശേഷം ഈ ബസ് ജീവനക്കാരെ പോലീസുകാർ അവരുടെ സംരക്ഷണത്തിൽ ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ബസ് അടിച്ചു പൊളിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഒരു ബസ് പോലും കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് എല്ലാ പ്രവർത്തകരും പറയുന്ന ഒരു കാര്യം. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ SFI പ്രവർത്തകരും പ്രതിഷേധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം, കുറ്റ്യാടി കോഴിക്കോട് റൂട്ട് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ബസ്സുകളുടെ നിരവധി അപകടങ്ങൾ ഇതിനോടകം തന്നെ നടന്നിട്ടുണ്ട്. നിരവധി മനുഷ്യജീവനുകൾ ഈ റൂട്ടിൽ പൊളിഞ്ഞിട്ടുണ്ട്. അമിത വേഗത തന്നെയാണ്. ഈ റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ, യാത്രക്കാർ തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളതാണ്. ഇതിനു മുമ്പും ഇത്തരത്തിൽ പല തവണ ഇതിന്റെ വാർത്തകൾ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 ജീവനുകളാണ് പൊലിഞ്ഞത്. അതിൽ ഏറ്റവും അടുത്ത് കഴിഞ്ഞ 2 ദിവസം മുമ്പ് മരിച്ച പേരാമ്പ്ര സ്വദേശിയായിട്ടുള്ള അബ്ദുൽ ജവാദ് എന്ന വിദ്യാർത്ഥിയുടെ മരണം. അതായത് അമിത വേഗതയിൽ ദിശ തെറ്റി വന്ന ബസ് ഈ വിദ്യാർത്ഥിയെ, ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന വിദ്യാർത്ഥിയെ ഇടിച്ചു തെറിപ്പിക്കുകയും തലയിലൂടെ ചക്രം കയറി ഇറങ്ങിയിട്ട് അതിദാരുണമായിട്ടുള്ള കൊലപാതകം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം സബ് RTO ഓഫീസിലേക്ക് എത്തുന്നത്. നേരത്തെയും ഇതിനെതിരെ പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധിച്ചിട്ടുള്ളതാണ്. നേരത്തെയും പല തവണ RTOക്കാണെങ്കിലും പോലീസ് സ്റ്റേഷനുകളിലാണെങ്കിലും പല തവണ പല ആവർത്തി ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയിട്ടുള്ളതാണ്. പല തവണ പരാതികൾ നൽകിയിട്ടുള്ളതാണ്. എന്നാൽ അതിലൊന്നും തന്നെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തകർ ഒരു ബസ് പോലും, ഈ കുറ്റ്യാടി കോഴിക്കോട് റൂട്ടിൽ ഒരു ബസ് പോലും സർവീസ് നടത്താൻ അനുവദിക്കാതെ പ്രതിഷേധിക്കുന്നത്. രാവിലെയോടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. അവർ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധിച്ചു. ശേഷം സബ് RTO ഓഫീസിലെത്തി വാഴ നട്ടാണ് പ്രതിഷേധിച്ചത്. അതിനുശേഷം SDPI പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. പിന്നാലെ SFI പ്രവർത്തകർ എത്തി. ഇപ്പോൾ ഇത് യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. SFI പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും ഒരേ സമയം പേരാമ്പ്ര സബ് RTO ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കാര്യങ്ങൾ സംഘർഷത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഇവിടെ നിലവിലുണ്ട്. വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോവുകയാണ്. അവിടെ യൂത്ത് ലീഗിന്റെ പ്രതിഷേധമാണ്. അവിടെ RTO ഓഫീസിന് മുന്നിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ്. പോലീസ് പിടിച്ചു മാറ്റുന്നുണ്ട്.